അപ്പം നമ്മുടെ സൂര്യകാന്തിയൊക്കെ ദാണ്ട പൂവെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട്. ദാ കണ്ടോ, ഒരു പൂവിൻ്റെ വലിപ്പം കണ്ടോ? കണ്ടോ, ഇതിനകത്ത് മൊത്തം സീഡാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട് ഇത് പിടിച്ചിട്ട്. ഇനി ഉണക്കിയെടുത്തിട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു ആട്ടിയെടുക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. എവിടൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കിടപ്പുണ്ട്. ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാമായിരുന്നേ. ഒരെണ്ണം ഒന്ന് അടിച്ച് നോക്കട്ടെ. ഉണ്ടോ? ഒരു പൂവിനകത്ത് ഒരുപാട് വിത്തുകളുണ്ട്. ഈ വിത്തുകളൊക്കെ കിളിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മളിതിൻ്റെ വിത്ത് വാങ്ങിച്ചാണ് നട്ടത്. ഹൈബ്രിഡ് വിത്താണോ എന്നും അറിയത്തില്ല. അതിന് ഇത് കിളിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഓരോ വിത്തുകൾ ഇത്രയുണ്ട്. പക്ഷേ ചില സൂര്യകാന്തിയുടെയൊക്കെ വിത്ത് വലിയ വലിപ്പമുള്ള വിത്തുകൾ നമ്മൾ കണ്ടിട്ടില്ലയോ? ഇത് പക്ഷേ അത്രയും വലിപ്പമില്ല. ഇത് ചെറിയ ടൈപ്പ് വിത്തുകളാണ്. അപ്പോൾ ഇതാണോ എണ്ണയാട്ടി എടുക്കുന്നതെന്നൊന്നും എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. അപ്പോൾ ഇത് പൂ കാണാൻ വേണ്ടി ഞങ്ങൾ വെച്ചതാണ്. പക്ഷേ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഒരു 10 കിലോയോളം കാണുമെന്ന് തോന്നുന്നു വിത്തുകൾ. അപ്പോൾ ഇത് ഇനിയും വെയിലത്തിട്ട് ഉണക്കി ഈ എണ്ണയാട്ടി എടുക്കുമെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ സീഡ് നമുക്കല്ലാതെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ സീഡൊക്കെ ഇങ്ങനെ കടകളിൽ ഇരിക്കുന്ന കാണാം, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതേ. അപ്പോൾ അതേപോലെ പച്ചയ്ക്ക് കഴിക്കാനും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ബാക്കി എത്ര ദിവസം വിളവ് വേണമെന്നൊന്നും അറിയത്തില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എത്ര ദിവസം ഇത് വിളവ് കിട്ടണമെന്നും പിന്നെ ഉണക്കിയെടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പൂവുണ്ടായി ഈ വിത്തും ഉണ്ടായെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി ഇത് പ്രോസസ്സിങ് ഒന്നും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സൂര്യകാന്തി വിത്ത്. ഇത് കണ്ടോ, ഇത് ഇച്ചിരി വലിയ പൂവാണ്. അതായത് കണ്ടോ, ഈ പൂവിൻ്റെ ഇത് ഇച്ചിരിയും കൂടെ വലുതാണ്. അതേപോലെ തോന്നില്ല അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ ഉള്ളതൊന്നുണ്ട്. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ പൂവ് ഇതാണെന്നാണ് തോന്നുന്നത്. ഈ പൂവാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇവിടൊക്കെ ഇപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുന്ന അത്ര വലുപ്പമില്ല. ഒരുവിധം വലുപ്പമുള്ള പൂക്കളാണ്. നമ്മുടെ കൃഷിയൊക്കെ ഏകദേശം ഒരുവിധം കഴിയാറായിരിക്കുകയാണ്. കുറച്ചൊക്കെ വിളവുകൾ കിട്ടുന്നുണ്ട്. കുറച്ച് പയറും കുറച്ച് നമ്മുടെ പാവലും പിന്നെ കുറച്ച് ആയിരുന്നു സ്വീറ്റ് കോൺ. അതെല്ലാം കഴിഞ്ഞ് അതിനകത്ത് ഒരു സ്വീറ്റ് കോണെങ്ങാനും കാണും. ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. ഇത് നട്ട 2 പേർക്ക് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു സ്വീറ്റ് കോണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അത് വളർത്തില്ലായിരിക്കും. അതിനകത്തുണ്ടോ? അതായത് അവസാനത്തെ സ്വീറ്റ് കോണാണ് കേട്ടോ. അതിനകത്ത് ഒരെണ്ണം കൂടെ വിളഞ്ഞില്ല. അത് വിളഞ്ഞു കാണോ? അത് ഒടിച്ചേരും. ഇതുണ്ടോ? അപ്പോൾ ഈ സ്വീറ്റ് കോൺ ഒരുവിധം പരുവം കഴിഞ്ഞ് ഇത് ഇപ്പം നല്ല ട്രൈ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു പരുവത്തിൽ ഇത് പുഴുങ്ങാൻ നല്ലതായിരുന്നു. ഞാൻ ഒന്ന് പുഴുങ്ങി നോക്കിയപ്പോൾ നല്ലതായിരുന്നു. വലിയ മധുരമൊന്നുമില്ല. പക്ഷേ ആദ്യമേ എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല മധുരമായിരുന്നു. പിന്നെ ഇതിന് ഇപ്പം പുഴുങ്ങി നോക്കിയപ്പോൾ വലിയ മധുരമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത് തിന്നാൻ നല്ലതായിരുന്നു. നാരങ്ങാ നീരും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല ഉപ്പുമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മുടെ സ്വീറ്റ് കോണും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൃഷി ഒരുവിധം കഴിയാൻ പോവുകയാണ്.